കാര്യം മനസ്സിലായിട്ടില്ല എന്നാ തോന്നുന്നത്. മറ്റ് മുസ്ലിം സാമുദായിക സംഘടനകളെ ഭയപ്പെടുത്തുന്നത് പോലെ NDF-നെ ഭയപ്പെടുത്തരുത്. അത് പിണറായി വിജയൻ ഈ അടുത്ത കാലത്തായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് മലപ്പുറമാണെങ്കിൽ അങ്ങോട്ടും മലപ്പുറം, ഇങ്ങോട്ട് കണ്ണൂരാണെങ്കിൽ അങ്ങോട്ടും കണ്ണൂരാ. പിണറായി വിജയൻ അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഗുണ്ടകളെ വിട്ടുകൊണ്ട് ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഞങ്ങളെ അടിച്ചമർത്തുമെന്ന് ആവേശകരമായി പ്രസംഗിച്ച് DYFI-ക്കാരെ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ നേരേക്ക് വിട്ടാൽ സിംഗപ്പൂരിലെ തിരുമ്മൽ കേന്ദ്രത്തിൽ നിന്നൊഴിഞ്ഞാൽ മാറാത്ത വേദനയായിരിക്കും പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കും ഉണ്ടാവുക. നിങ്ങൾ വെല്ലുവിളിക്കാൻ വേറെ ആളെ നോക്കണം. ഞങ്ങളൊരു പാർട്ടിയിൽ ഇങ്ങനെ പോവുക. ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഒരു അജണ്ടയുണ്ട്. ഞങ്ങളൊരു സുപ്രഭാതത്തിൽ ഉറക്കത്തുനിന്ന് എണീറ്റിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് വിളിച്ചു പറയുന്നതല്ല ചെയ്യുന്നത്. ഞങ്ങൾ തുടങ്ങിയ ദിവസം തൊട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് കേരളത്തിൽ, നാളെ തമിഴ്നാട്ടിൽ, മറ്റന്നാൾ കർണാടകയിൽ, ഇതങ്ങനെ ഓരോ സംസ്ഥാനത്തേക്ക് എത്തും. ആ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആദ്യമായ പരിഗണന ഞങ്ങൾ കൊടുക്കുന്നത് ഈ സമുദായത്തിന്റെ സുരക്ഷിതത്വത്തിന്. ആ സമുദായത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ട പണികൾ ഒരു ഭാഗത്ത് നടത്തുമ്പോ മറുഭാഗത്ത് മുസ്ലിം സമുദായത്തിന്റെ രാഷ്ട്രീയ ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പോലും നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ദലിത് വിഭാഗങ്ങൾ പോലും രാഷ്ട്രീയമായി സംഘടിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം നിയന്ത്രിക്കുന്ന ഒരു പരുവത്തിലേക്ക് പോകുമ്പോ ഭരണകൂടത്തിന്റെ ഒരുപാട് അകലെ നിന്നുകൊണ്ട് അത് നോക്കിക്കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ. അവന് ഭരണകൂടത്തിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ ഒരവസ്ഥ മാറണം. മുസ്ലിം സമുദായം ഒരു വോട്ട് ബാങ്കാണെന്ന് മതേതര കക്ഷികളും വോട്ട് വിൽക്കാനുള്ള ഏജൻസികളായി മതകക്ഷികളും മാറുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തമായ ഒരഭിപ്രായം രേഖപ്പെടുത്താൻ തന്റെ ഇടമുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടേത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാരേണ്ടതല്ല, മറിച്ച് മറ്റുള്ളവർ നമ്മുടെ മേല് വന്ന് ചാരണം. അതിനു മാത്രം ശക്തിയുള്ള ഒരു ജനവിഭാഗമാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് NDF-ഉം പോപ്പുലർ ഫ്രണ്ടും ഇത്തരം ഒരു ഉദ്യമത്തിന് പുറപ്പെടുന്നത്. അത് കേൾക്കുമ്പോഴേക്ക് ചില ആളുകൾ ക്യാമ്പയിൻ, ചില ആൾക്കാർ നിരോധിക്കണം, എന്തൊക്കെയാ ഇപ്പൊ ചിലരെ വെല്ലുവിളിക്കുകയാണ്, ഇത് ഇസ്ലാമികമല്ല, ഇസ്ലാമികമാണ് എന്ന് തെളിഞ്ഞാൽ ഞങ്ങൾ ഇല്ലാതാവുന്നു, അതോ ഞങ്ങൾ നിങ്ങളെ കൂടെ വരാന്നോ? പക്ഷെ ഞങ്ങൾ ഇസ്ലാമികമാണ് എന്നൊക്കെ തെളിയിക്കാം, പക്ഷെ നിങ്ങൾ കൂടെ വരരുത്. നിങ്ങൾ ദയവായിട്ട് കൂടെ വരരുത്. നിങ്ങൾ ഏത് പാർട്ടിയിലേക്ക് പോയാലും വേണ്ടി ഞങ്ങളോട് തെളിയിക്കാനും വരുന്നില്ല. തോന്നിയത് വിളിച്ച് പറയാം. ഞങ്ങൾ അവരെ കുറിച്ച് ഒന്നും പറയണില്ല, കാരണം പറയാനുമില്ല. മറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ എത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യത്തിലാണ് പോകുന്നത്. ഓരോരുത്തരും CPM പറയണു ഞങ്ങളുടെ കൂടെ വന്നോളൂ എന്നാ പറയണു. അങ്ങനെ വന്നവരാ പഴയ കാലത്ത് പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ. 30 വർഷക്കാലമായി പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഭയാനകമായ ഒരവസ്ഥ എന്താണെന്ന് NDF-കാര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പശ്ചിമ ബംഗാളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷൻ കാണുന്നുവെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാം അതൊരു മുസ്ലിം ഗ്രാമമാണ്. അതല്ല ഒരു സ്കൂളോ ഒരു ഹോസ്പിറ്റലോ ആണ് കാണുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് മുസ്ലിങ്ങളല്ലാത്തവർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഇതല്ലേ പശ്ചിമ ബംഗാളിലെ അവസ്ഥ? ഉത്തരേന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെക്കാൾ മുസ്ലിങ്ങൾ എല്ലാ മേഖലയിലും, ഒരുപാട് ഇനം തിരിച്ച് സച്ചാർ കമ്മിറ്റി പറഞ്ഞു, എല്ലാ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളായി പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരവസ്ഥയാ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വരണോ വരേണ്ടയോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഞങ്ങള് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പിന്തുണ കൊടുക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ ഇത്തരം ഒരു ഭയാനകമായ സ്ഥിതി കേരളത്തിൽ വരണമോ വേണ്ടയോ എന്ന് ആലോചിക്കേണ്ട ബാധ്യതയുണ്ട്. വളരെ ദയനീയമായ ഒരു അവസ്ഥ. എന്നിട്ട് പറയണോ വർഗീയ കലാപങ്ങളില്ല. ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. മുസ്ലിങ്ങൾക്ക്
മുസ്ലിമാണ് എന്ന ഒരു ബോധം പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു. അവനവന്റെ ദീനിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നു. അവന് ആരാധനാലയങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നു. ദീനീ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തടസ്സം നിൽക്കുന്നു. പാർട്ടി പ്രവർത്തനത്തിനപ്പുറത്തേക്കൊന്നും പാടില്ല. വേണമെങ്കിൽ പാർട്ടി പറയും, അതല്ലെങ്കിൽ പാർട്ടിയുടെ അനുവാദത്തോടെ പാർട്ടിയുടെ അളവനുസരിച്ച് ദീനീ പ്രവർത്തനം നടത്താം. അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് പറഞ്ഞാൽ നാളെ വന്ന് പ്രസംഗിക്കും, അവിടെ മദ്രസ നടത്തുന്നത് ഗവൺമെന്റ് ആണ് എന്ന് പറയും. ശരിയാ, നമ്മളെ നാട്ടിൽ മദ്രസ നടത്തുന്നത് മുസ്ലിങ്ങൾ, അതിന്റെ ഗുണമുണ്ട്. അവിടെ സർക്കാർ ആ മദ്രസ നടത്തുന്നത് അതിന്റെയും ഗുണമുണ്ട്. ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ വ്യത്യാസം കേരളത്തിലും പശ്ചിമ ബംഗാളിലുമുള്ള ഈ വ്യത്യാസം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു NDF. അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്ക് ഇറങ്ങാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങളെ NDF വളരെ ശക്തമായി തടുത്തു നിർത്തുന്നു. നിങ്ങൾ ഏതെങ്കിലും മതേതര കക്ഷികളോടൊപ്പം പോയി സമയം കളയാതെ, ഏതെങ്കിലും കൊടി പിടിച്ചുകൊണ്ട് സമയം കളയാതെ, നമ്മുടെ അജണ്ടകൾ നമ്മൾ നിശ്ചയിച്ച് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ, നമ്മുടെ നീതിക്ക് വേണ്ടി പോരാടാൻ, നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പോരാടാൻ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന സന്ദേശം കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് കൊടുത്തുവിടുമ്പോ അത് CPM-ന് ആലോചിക്കാൻ പറ്റുന്നില്ല, മുസ്ലിം ലീഗിന് ആലോചിക്കാൻ പറ്റുന്നില്ല, മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി കാര്യം നേടിയിരുന്ന BJP-ക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല, മുസ്ലിങ്ങളെ എന്നും ഭീകരതയുടെ പേര് പറഞ്ഞ് മുൾമുനയിൽ നിർത്തിയിരുന്ന, എന്നിട്ട് മുസ്ലിം വേട്ട നടത്തിയിരുന്ന RSS-കാരൻ ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോ എന്ത് ആരോപണങ്ങൾ വന്നാലും NDF അത് ഏറ്റെടുത്ത് ധൈര്യമായി സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുകയാ. പണ്ടതിന് ആളില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് സത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ ഇന്ന് സത്യമതല്ല എന്ന് വിളിച്ചു പറയാൻ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇതേപോലെ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ NDF-ന് സാധിച്ചിരിക്കുന്നു. ഇത് CPM-ന് ആലോചിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ടും ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ കുറച്ച് സിമിക്കാര് അവരെ ഇടക്കിടക്ക് വിളിക്കും. ആകെ ഒരൊറ്റ കുറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. ആഗസ്റ്റ് 15-ാം തീയതി മീറ്റിംഗ് കൂടി. അവർ പണ്ടൊന്ന് പിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അവർ പണ്ട് മീറ്റിംഗ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിടിച്ചു. പിടിക്കുന്നത് പത്രങ്ങളിൽ വലിയ വാർത്തയാണ്. എന്നിട്ട് കോടതിയിൽ കൊണ്ടുപോകും. കോടതി കൊണ്ടുപോകുമ്പോ കോടതി ചോദിക്കും എന്തിനാ അവരെ കൊടുത്തു. ഇവര് പണ്ട് മീറ്റിംഗ് കൂടി. എന്നിട്ട് അന്ന് ഒന്നും പിടിച്ചില്ലേ, പിടിച്ചു. അന്ന് ജയിലിലില്ലേ, ഇട്ടു. പിന്നെന്തിനാ കൊടുത്തു? അല്ല, എന്നാലും ഒന്നും കൂടി മുസ്ലിങ്ങളല്ലേ. അപ്പൊ കോടതി വെറുതെ വിട്ടു. പക്ഷെ വെറുതെ വിടുന്ന വാർത്ത വളരെ ചെറിയ കോളത്തിലേ വരും. ഒരു 3 ദിവസം മുമ്പ് കേരള പോലീസ് ഹൈക്കോടതിയില് ഒരു റിപ്പോർട്ട് കൊടുത്തു, 2 ചെറുപ്പക്കാരുടെ ജാമ്യം നിഷേധിക്കാൻ. അതിന് പറഞ്ഞ കാരണം എന്താണെന്നറിയോ? ഇവരുടെ വീട് റെയ്ഡ് ചെയ്തപ്പോ പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായ ജീലാനിയുടെ ഫോട്ടോയുള്ള ഒരു CD കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് അവരുടെ ജാമ്യം നിഷേധിക്കണം. ഈ ജീലാനി ആരാ? പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി ആയിരുന്നു. എന്നിട്ടോ കോടതി പറഞ്ഞു ഇയാള് പ്രതിയല്ല, വെറുതെ വിട്ടു. പക്ഷെ കേരള പോലീസിന് ഇപ്പോഴും അദ്ദേഹം പ്രതിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയുള്ള ഒരു CD അത് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് പത്രക്കാരോട് പോലീസ് പറഞ്ഞത് എന്താണെന്നറിയോ? ആ CD-യിലെ ഉള്ളടക്കം പരിശോധിച്ചു വരികയാണ്. ഒരു CD നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷയിൽ പോലും ഇന്ന് CD പ്ലെയറാ.